ഹലോ നമസ്കാരമുണ്ട്. ഞാൻ അബ്ദു ബൈലിൽ. ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഒരു കർഷകൻ പാറപ്പുറത്ത്, നമ്മുടെ നാട്ടിലാവുന്ന പാറല്ലേ ഇത് കണ്ടോ, ഈ പാറ, ഇങ്ങനത്തെ പാറൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്ത് ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് റംബുട്ടാൻ കൃഷി ചെയ്തതാണ്. റംബുട്ടാൻ മാത്രമല്ല, ആപ്പൂസ്, മാവിൻ്റെ വെറൈറ്റികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക്. ഇതാണ് തോട്ടം കണ്ടോ. അദ്ദേഹത്തെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തി തരാം. അതാ വരുന്ന ആളാണ്, താഴ്ന്ന് കയറി വരുന്നില്ലേ. ഇത് നല്ലൊരു കുന്നാണ്. കശുമാവുണ്ട്, ശരിക്കും കശുമാവ് ഇവിടെ ആയി, ഫ്ലവറിങ് ആയി, എൻ്റെ ഈൽഡിങ് ആയി കണ്ടോ. റംബുട്ടാൻ പൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിൽ, അടിയിൽ ഇതാണ്ടോ ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് കുയ്യെടുത്തിട്ടാണ് ഇത് വെച്ചത്. ഇത് 10 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ റംബുട്ടാനായിട്ട് വന്നതാണ്. റംബുട്ടാൻ വീണ്ടും അയാൾക്ക് ഇവിടെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ് ചെയ്തതും ബഡ് ചെയ്യാത്ത തൈയും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അയാൾക്ക് ഇവിടുന്ന് അവിടെ തന്നെ ചെയ്യാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ എമ്മാതിരി ഹാർഡ് വർക്കാണ് ഇദ്ദേഹം ചെയ്ത് നോക്ക് കണ്ടോ. പാറയാണ്, ഫുള്ള് പാറക്കെട്ട്, കുന്ന്, ഭയങ്കര ചെരുവും. ഈ സ്ഥലത്തൊക്കെ ഇത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഈൽഡിങ് കിട്ടണമെങ്കിൽ അതിന് കഴിവ് തന്നെയാണ്. സർജി നമസ്കാരമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. कैसा है? ठीक है, मैं वीडियो बना रहा है, इसके बारे में कुछ ना कुछ बताना अपना केरल का। अच्छा, ये ना केरल में भी ये बहुत बनता है। नाम क्या है आपका? मेरा नाम नासिर है। नासिर भाई, ये महाराष्ट्र में फर्स्ट कमर्शियल प्लांटेशन। इधर आ जाओ, इधर आ जाओ, बता दो। महाराष्ट्र में फर्स्ट कमर्शियल प्लांटेशन किया है। हाँ, मेरा नाम नासिर है। नासिर भाई, ये होम ग्राउंड से एक 2016 में लाया था प्लांट। 2 एकड़ में अभी 140 प्लांट है। 2 एकड़ में प्लांटेशन किया है। अच्छा, अभी गए साल से इसका यील्ड चालू हो गया। कितना मिला था? अच्छा मिला था यील्डिंग? मीन्स बहुत हुआ था, लेकिन वो तोकते साइक्लोन में थोड़ा ये हो गया, ड्रॉप हो गया। अच्छा, फिर भी 500 किलो निकाल दिया, निकाला। 4th ईयर में, गए साल उसको 4th ईयर कंप्लीट हुआ। अभी ये साल में अभी 5 ईयर कंप्लीट हुआ है। अच्छा, मेरे ख्याल से अभी तो अच्छा फ्लावर हो गया। हाँ, अभी एकदम गए साल फ्लावर देख के मेरे को उससे भी ज्यादा मिल जाएगा ये साल में। 1-2 टन का अंदाज है, शायद आएगा 2 टन तक। और ये साल में बराबर 1 महीना फ्लावरिंग लेट हुआ है। क्योंकि नहीं, ये को मेरे ख्याल से ये क्या है, आपका फरमाइश में मेरे को मालूम नहीं पड़ता है। ये कुदरत का कमाई है। इतना बड़ा रॉक है, पत्थर है ना, ये पत्थर में आप कैसा कट्टा बनाता है, कैसा प्लांटेशन करता है। हमारा उधर तो ऐसा रॉक मिलेगा तो ये फालतू है, कुछ ना कुछ नहीं कर सकते। अभी इसमें जो हम लोग आम का प्लांटेशन करता है रॉक में, वो ब्लास्टिंग करके उसमें मट्टी डाल के गोल रिंग करके उसमें प्लांटेशन करता है, मेहनत करता है बहुत, है बहुत। लेकिन इसमें जो फ्रूट होता है ना, उसका टेस्ट लाजवाब रहता है, ज्यादा आता है। और आम भी सीजन से पहले आता है। ये जो रॉक में आम होता है ना, वो मार्च एंडिंग तक पूरा खत्म होता है आम। अच्छा, बाद में जो चालू होता है वो ऐसे मिट्टी के जगह पे का जो माल होता है वो नहीं, ये खलास करके हम लोग को आम का झाड़ में भी उधर भी है ना, अपना आम का प्लांटेशन उधर भी जाने का है। ഇതെന്താ പറയുന്നത് എന്താ അറിയോ, പിന്നെ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ഉറുദു പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, എന്നാലും കുറേശ്ശൊക്കെ പറഞ്ഞുതരാം. ഇത് പിന്നെ ഈ പാറ തുറന്നിട്ട് ചെയ്താൽ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ പാറ തുറന്നിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പഴം കിട്ടും. മാവ് ഇവരത് ദേവട ആപ്പൂസ്, രത്നഗിരി ആപ്പൂസ് എന്നൊക്കെ പറയുന്ന സാധനം ഒന്ന് തന്നെയാണ്. അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് 1 ആണോ 2 ആണോ എന്ന്. അതിപ്പം തീർക്കാം അവിടെ പോയിട്ട്. അപ്പോൾ റംബുട്ടാൻ മാത്രം ഒന്ന് നോക്കിയത് എമ്മാതിരി ഈൽഡിങ് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എവിടെയെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓക്കെ.